സർ ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച്. എനി കമന്റ്സ് ഓൺ ദാറ്റ്? വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. നമുക്ക് ഇഷ്ടംപോലെ വേറെ പണിയുണ്ട്. ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ അരുൺ ജോളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന ഒരു ബ്ലോഗറെ കുറിച്ച് അല്ലെങ്കിൽ അയാളുടെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ഞാൻ കാണുന്ന ഒരു 1.5 മാസം മുമ്പ്. ഇപ്പോൾ ഈ സംഭവത്തിനല്ല, അതിന് മുന്നേ ഒരു വ്യക്തിക്ക് ഒരു ക്വസ്റ്റൻ ആൻഡ് ആൻസർ പോലെയുള്ള ഒരു സംഭവമായിരുന്നു ആ വീഡിയോ. വളരെ യാദൃശ്യമായിട്ടാണ് ഞാൻ ആ വീഡിയോ കാണുന്നത്. അതിന് മുന്നേ ഞാൻ ഹംഗ്രി മൃണാളിനെ കുറിച്ച് കേട്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ ആ വിഷയം ഞാൻ ഗൗരവമായിട്ട് എടുത്തില്ല. ഈ മൃണാളിനെ കുറിച്ച് കേൾക്കാതിരിക്കാനുള്ള കാരണം അയാളുടെ പ്രശ്നമുണ്ട്. അയാൾ വളരെ പ്രശസ്തനായ ബ്ലോഗറാണ്. ഞാനത് കണ്ടിട്ടില്ല, എൻ്റെ ഒരു കുറവ് കൊണ്ട് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഈ ഇടക്ക് പുള്ളിയുടെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച് കുറേ രീതിയിലുള്ള പരാതികൾ വരുന്നു. അതിനെ ഇയാൾ നേരിടുന്ന രീതി, ഈ പരാതികൾ നേരിടുന്ന രീതി, അതാണ് എന്നെ ഈ കാര്യത്തിൽ റിയാക്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഒരു റിവ്യൂവർ ആയിരുന്ന വ്യക്തി, ഭക്ഷണത്തെക്കുറിച്ച്, റെസ്റ്റോറൻറ്റിനെ കുറിച്ചൊക്കെ റിവ്യൂ പറഞ്ഞിരുന്ന വ്യക്തി, ഇപ്പോൾ സ്വന്തം റെസ്റ്റോറൻറ്റിനെ കുറിച്ച്, അവിടുത്തെ സാഹചര്യങ്ങളെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, പ്രൈസിങ്ങിനെ കുറിച്ചൊക്കെ വിമർശനം വരുമ്പോൾ നേരിടുന്ന രീതി കണ്ടിട്ട് എനിക്ക് സത്യത്തിൽ ചിരിയാണ് വരുന്നത്. ഏറ്റവും ആദ്യം കാണിച്ച വീഡിയോയിൽ കാണാം, ഒരു വിമർശനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒരു പരാതി കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ആദ്യം വിളിക്കുന്ന പേരാണ് ലൂസേഴ്സ്. ഇതെല്ലായിടത്തും ആവർത്തിക്കുന്നുണ്ട്, ലൂസേഴ്സ് അല്ലെങ്കിൽ റിച്ച് കിഡ്സ്. റിച്ച് കിഡ്സ് എന്ന് പറയാൻ കാരണം അവിടെയുള്ള പാർക്കിംഗ് സൗകര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഹോട്ടലിലേക്ക് വരാൻ അല്ലെങ്കിൽ എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് വരേണ്ടവർ സാധാരണക്കാരാണ്, അല്ലാത്തവർ വരണ്ട, റിച്ച് കിഡ്സ് വരണ്ട എന്ന രീതിയിലാണ്. അതായത് ഇയാളെ വിമർശിക്കുന്നവർ ഒന്നല്ലെങ്കിൽ ലൂസേഴ്സ് ആണ് അല്ലെങ്കിൽ റിച്ച് കിഡ്സ് ആണ്. പിന്നെ ഇയാളെ കുറിച്ച് നല്ലത് പറയുന്നവർ മാത്രമേ ഈ ലോകത്ത് സക്സസ്ഫുൾ ആയിട്ടുള്ളവരും സാധാരണക്കാരായിട്ടുള്ളവരുള്ളൂ, അല്ലാത്തവരൊക്കെ ഈ കാറ്റഗറിയിൽ പെടുന്നതാണ്. എന്തായാലും ഇയാളുടെ ഈ റീസെൻ്റായി വന്ന ഒരു ലൈവ് വീഡിയോയിലെ ചില പ്രതികരണങ്ങളാണ് റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. അയ്യോ പോയാ. സർ ഒരു മോശം റിവ്യൂ കണ്ടു താങ്കളുടെ റെസ്റ്റോറൻറ്റിനെ കുറിച്ച്. എനി കമന്റ്സ് ഓൺ ദാറ്റ്? വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ലൂസേഴ്സ്. നമുക്ക് ഇഷ്ടംപോലെ വേറെ പണിയുണ്ട്. ഈ നമ്മൾ ഒരു ഡിബേറ്റിൽ ഏർപ്പെടുമ്പോൾ അതിൽ പല രീതിയിലുള്ള ഫാലസീസ് വരാറുണ്ട്. ഞാൻ പല വീഡിയോയിൽ അതിനെക്കുറിച്ച് പറയാറുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാലസിയാണ് ആഡ് ഹോമിനം എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചോദ്യം ചോദിച്ചു ഒരു വ്യക്തിയോട്, ആ ചോദ്യത്തിന് ഉത്തരം പറയാം അയാൾക്ക്. ഇപ്പോൾ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഹോട്ടലിൽ വൃത്തിയെക്കുറിച്ച് ഒരു വിഷയം വരുന്നുള്ള എന്താണ് അഭിപ്രായം? അപ്പോൾ അദ്ദേഹത്തിന് പറയാം, എൻ്റെ ഹോട്ടലിൽ വൃത്തിയെക്കുറിച്ച് ഒന്നിൽ അംഗീകരിക്കാം, ശരിയാണ്, ചില ഫ്ലോസ് ഞങ്ങൾ കണ്ടു, അത് ഞങ്ങൾ ഫിക്സ് ചെയ്തെന്ന് പറയാം. അല്ലെങ്കിൽ ആ പരാതി എന്ന് പറയുന്നത് ശരിയല്ല, നമ്മൾക്ക് ഇന്ന റേറ്റിംഗ്സ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇതാണ് അതിൻ്റെ ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞിട്ട് ആ വാദത്തെ തള്ളിക്കളയാം. അതിന് പകരം ആ ചോദ്യം ചോദിച്ച വ്യക്തിയെ ആക്രമിക്കുന്ന രീതിയാണ്, നിനക്ക് വിവരമുണ്ടോടാ, നീ ഈ ചോദ്യം ചോദിക്കാൻ മാത്രം നീ പൊട്ടനാണോടാ, എന്ത് പൊട്ട ചോദ്യമാണോ നീ ചോദിക്കുന്നത്, നിന്റെ തലക്കകത്ത് മൂളയില്ലേ, അല്ലെങ്കിൽ ഈ പറയുന്ന ലൂസേഴ്സ് എന്നൊക്കെ വിളിച്ച് അപമാനിക്കുന്നത്, അല്ലെങ്കിൽ റിച്ച് കിഡ്സ് എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതിനെ പറയുന്ന വാക്കാണ് ആഡ് ഹോമിനം. അതായത് ക്രിറ്റിസിസത്തിന് മറുപടി ഇല്ലാതെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം. ഈ അസഹിഷ്ണുതയാണ് ത്രൂ ഔട്ട് ഈ മൃണാളിന്റെ സംഭവത്തിൽ ഞാൻ കണ്ടുള്ള ഈ പുച്ഛഭാവം. ക്രിറ്റിസൈസ് ചെയ്യുന്നവരുടെ പുള്ളിക്ക് പുച്ഛമാണ്, കംപ്ലീറ്റ് പുച്ഛം. ഇനി അടുത്തൊരു ചോദ്യം. Avani's blog, have you seen the recent video regarding your Hungry Mrinal cleanliness? എന്തിന് ഹംഗ്രി മൃണാളിന്റെ ക്ലെൻലിനെസ് എന്താണെന്ന് എനിക്കറിയില്ലേ. അത് വേറൊരാളുടെ വീഡിയോ കണ്ടിട്ടാണോ ഞാൻ മനസ്സിലാക്കാൻ. എന്തിന്, സത്യം എന്തിന് എന്ന ആളുകൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ ലോകത്തുള്ള സകലമാന ഫുഡ് ബ്ലോഗർമാരും റിവ്യൂ ചെയ്യുന്ന ആളുകളും, അല്ലെങ്കിൽ സിനിമയെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നവര്, സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് റിവ്യൂ ചെയ്യുന്നവര്, സ്ഥലങ്ങളെക്കുറിച്ച് റിവ്യൂ ചെയ്യുന്നവര്, ഹോട്ടൽസിനെ കുറിച്ച്, അക്കോമഡേഷനെ കുറിച്ചൊക്കെ റിവ്യൂ ചെയ്യുന്നവരൊക്കെ ഈ ലോകത്ത് ആവശ്യമുണ്ടായിരുന്നില്ല. എന്തിനെന്നുള്ള ചോദ്യം ചോദിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെ ഇതിനു മുന്നേ ഓരോ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് അതിനെക്കുറിച്ച് റിവ്യൂ പറഞ്ഞത് എന്തിനാണ്? എന്തിനു നിങ്ങളത് ചെയ്തു? അത് മറ്റുള്ളവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതിന് ചെയ്തതല്ലേ. ഇവിടുത്തെ ഭക്ഷണത്തിന്റെ രീതി ഇതാണ്, ഇവിടുത്തെ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഈ ഒരു സംഭവം നല്ലതാണ് എന്ന് പറയുന്നത് എന്തിനാ? അവിടെ ഉള്ള ആ റെസ്റ്റോറൻറ്റിന് ഒരു തിരുത്തൽ വേണമെന്നുണ്ടെങ്കിൽ ആ തിരുത്തൽ നടത്താൻ വേണ്ടി, മറ്റൊരാൾക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് അതിൻ്റെ ഉദ്ദേശം. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിങ്ങൾക്കുണ്ടെന്നേ മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ ഈ ഫുഡ് റിവ്യൂ ഒക്കെ നിങ്ങൾ ഇറങ്ങുമായിരുന്നു? ഇല്ലല്ലോ. അപ്പൊ എന്തിനെന്ന ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടിയിരുന്നത് ഇതിനിറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് നിങ്ങളോട് തന്നെയാണ്. സിനി, താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം. കരഞ്ഞു പോകും. താങ്കൾ ഒന്ന് പോസ് ചെയ്യാൻ കേട്ടോ, ഞാൻ ഈ ചോദ്യം ഒന്നും കൂടി പ്ലേ ചെയ്യാം. കാരണം ഈ ചോദ്യം ഫസ്റ്റ് ടൈം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് മനസ്സിലാക്കാനാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം കേട്ട് മനസ്സിലായെങ്കിൽ ഒന്ന് യെസ് എന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതാണ്. കാരണം എനിക്കറിയാൻ വേണ്ടി എത്ര പേർക്ക് ഈ ചോദ്യം ആദ്യം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന്. സിനി, താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം.
കരഞ്ഞു പോകും. താങ്കൾ താങ്കളുടെ ഹോട്ടലിൽ പഴയ പോലെ വേറെ ഹോട്ടലിൽ പോയി ചെയ്യുന്ന പോലെ റിവ്യൂ ചെയ്യണം. കരഞ്ഞു പോകും. ആര് കരഞ്ഞു പോകും? ഞാനോ? എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതായത് വളരെ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും മെസ്സേജ് കൺവേ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് മനസ്സിലാവില്ല. കുത്ത്, കോമ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് പിടിയിട്ടുള്ളൂ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. പണ്ട് ബഷീർ കഥ എഴുതിയ സമയത്ത് ബഷീറിന്റെ സഹോദരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സഹോദരൻ തിരുത്തിയതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇതിൽ ആഖ്യയും ആഖ്യാതവും ഒക്കെ എവിടെയെന്ന് ചോദിച്ച പോലെയാണ്. എന്നിട്ട് അതൊക്കെ ഉപയോഗിച്ചിട്ട് ഗ്രാമാറ്റിക്കലായിട്ട് പിതാവേ എനിക്കല്പം ജലം തരൂ എന്നൊക്കെ ചോദിക്കുന്ന വളരെ ഫണ്ണായിട്ട് ബഷീർ അദ്ദേഹത്തിന്റെ കഥകൾ എഴുതിയിട്ടുണ്ട്. അതേപോലെ എനിക്കിപ്പോൾ ഫീൽ ചെയ്തത് ഈ ചോദ്യം ആദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, മൃണാൾ നിങ്ങൾ പണ്ട് മറ്റു ഹോട്ടലിൽ റിവ്യൂ ചെയ്തിരുന്നത് പോലെ ഇപ്പോൾ നിങ്ങളുടെ ഹോട്ടലിൽ ഒന്ന് റിവ്യൂ ചെയ്ത് നോക്കാമോ, നിങ്ങൾ തന്നെ കരഞ്ഞു പോകും എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. കാരണം അന്ന് നിങ്ങൾ ചെയ്തപ്പോൾ എത്ര ശോചനീയമായ സാഹചര്യങ്ങൾ, മോശമായ സാഹചര്യങ്ങളെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടോ അതേപോലെ ക്രിട്ടിസൈസ് ചെയ്യേണ്ട സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ ഹോട്ടലിനെ കുറിച്ച് തന്നെ ഇത് പറയേണ്ടി വന്നല്ലോ എന്നോർത്ത് നിങ്ങൾ കരയേണ്ടി വരുമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ടല്ല, മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആൻസർ പറയണമല്ലോ. അപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ചെയ്തല്ലോ ആദ് ഹോമിനെയും ആ എഴുതിയ ആളുടെ ഭാഷയെ കുറ്റം പറയുക, അയാളെ തന്നെ നീ എന്താണ് കുത്തും കോമിട്ട് എഴുതിക്കൂടേടാ, എന്ത് ചോദ്യമാടാ എന്നൊക്കെ ചോദിച്ചിട്ട് അയാളെ ചോദ്യത്തിന് പകരം അയാളെ കയറി ആക്രമിക്കലാണ് ചെയ്യുന്നത്. സത്യത്തിൽ നിങ്ങൾ ക്രിറ്റിസിസം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ പണ്ട് ക്രിറ്റിസൈസ് ചെയ്തിരുന്ന സംഭവം ഇപ്പോൾ നിങ്ങൾ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുമ്പോൾ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിൽ നിന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നവരെ പുച്ഛിക്കുന്നതും വിമർശിക്കുന്നതും. സോക്കർ ഓഫ് യു കെ ഈച്ച ശല്യമാണ് ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റിൽ. അതിനാദ്യം എന്തെങ്കിലും ചെയ്യും. എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ 3 ദിവസം മുമ്പ് പോയതാണ്. അവിടെ ഒരു ഈച്ച ശല്യമില്ല. ഇത് എന്താണ് നിങ്ങൾ ഈ ഉദ്ദേശിക്കുന്നത്? കൊച്ചിയിൽ ഏതൊരു റെസ്റ്റോറൻറ്റിലും കാണുന്ന അത്രയും ഈച്ചയോ അതിൽ കുറവോ മാത്രമേ അവിടെയുള്ളൂ. അവിടെ വളരെ റെഗുലറായിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. എവിടുന്നെങ്കിലും എന്തെങ്കിലും കേട്ടിട്ട് അത് വിളിച്ചു പറയാൻ, ഐ മീൻ ഹാവ് യു ബീൻ ദെയർ? നിങ്ങൾ അവിടെ വന്നിട്ടുണ്ടോ? നിങ്ങൾ ആ സ്ഥലം കണ്ടിട്ടുണ്ടോ? എവിടുന്ന് വരിക? ആരാ? റാഫിയായി ഇത് തന്നെ പുള്ളിക്കറിയാം കേട്ടോ. ചോദ്യം ചോദിക്കുന്ന ആളെ ആരാ, യവനാ എന്നൊക്കെ ചോദിച്ച് പറ്റിക്കുക, എന്നിട്ടൊരു ഊളച്ചിരിങ്ങനെ ചിരിച്ചാൽ മതി. ഇങ്ങനെ ഈ ചർച്ചകൾക്കിടയിൽ ഉളച്ചിരിച്ചിരിക്കുന്ന ഒരുപാടുണ്ട്. ഇപ്പോൾ വാർത്താ ചാനലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഡ്ഢിച്ചിരിക്കും, ഉത്തരം കിട്ടാതാകുമ്പോൾ ചെയ്യുന്ന പരിപാടിയാണ്. ചോദ്യം സ്പെസിഫിക് അല്ലേ? ഈച്ചയെക്കുറിച്ച് ആ റെസ്റ്റോറൻറ്റിൽ പരാതി ഉണ്ടല്ലോ, അവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് അത് ക്ലാരിഫൈ ചെയ്യാനുള്ള അവകാശമില്ലേ? ആ അവകാശത്തെയാണ് നിങ്ങൾ ആരാ എന്ന് ചോദിച്ച് തള്ളിപ്പറയുന്നത്. എനിക്ക് അവകാശമുണ്ട്. നാളെ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ അവിടെ ഈച്ച ശല്യത്തെക്കുറിച്ച് ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ, അത് ശരിയാണോ എന്ന് നിങ്ങളോട് ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അതിനെ കൃത്യമായ രീതിയിൽ മറുപടി പറയേണ്ട അവകാശം. അതിന് പകരം നിങ്ങൾ ഇതിനുമ്പോൾ അവിടെ വന്നിട്ടുണ്ടോ, വരാതെ ചോദിക്കാൻ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്നത് ഒരുമാതിരി ഊള മറുപടിയാണ്. പിന്നെ നിങ്ങൾ പറഞ്ഞ കാര്യം ഈച്ച ശല്യം, മറ്റു റെസ്റ്റോറൻ്റ് ഉള്ളതിൻ്റെ അത്രയും ഈച്ച ശല്യം ഇല്ലാന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് നിങ്ങൾ ഒറ്റ ഈച്ച പോലും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞു അവിടെയുള്ള അത്രയും ഈച്ച ഇവിടെ ഇല്ല, അവിടെ 10 ഈച്ച വരുന്നുണ്ട്, ഇവിടെ 2 ഈച്ച വരുന്നുണ്ട് എന്നാണ് നിങ്ങൾ ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട് മിസ്റ്റർ. ഈച്ച എന്ന് പറയുന്നത് നമ്മൾ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും സ്റ്റേറ്റ് സിലബസിൽ പഠിച്ച ആളാണ് ഞാൻ. അന്ന് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏറ്റവും കൂടുതൽ രോഗം പരത്താൻ കഴിവുള്ള ഒരു ഇൻസെക്റ്റാണ് ഈച്ച. പ്രത്യേകിച്ച് പകർച്ചവ്യാധികളൊക്കെ, ടൈഫോയിഡ് പോലുള്ള, അതിസാരം പോലുള്ള കാര്യങ്ങൾ പരത്താൻ കഴിയുന്ന ഒരു ജീവിയാണ് ഈച്ച. അത് 2 ഈച്ചയായാലും 10 ഈച്ചയായാലും പരത്താൻ കഴിവുള്ള ജീവി തന്നെയാണ്. അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾ അവിടെ ചെയ്യേണ്ട ഒരു കാര്യം ഒരൊറ്റ ഈച്ച പോലും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട, അല്ലാതെ അവിടെയുള്ള അത്രയും ഈച്ച ഇവിടെ വരുന്നില്ല എന്നുള്ള. പിന്നെ നിങ്ങളെ റെസ്റ്റോറൻറ്റ് നിൽക്കുന്ന സ്ഥലം, ഞാൻ ഏലൂരുകാരനാണ്, ഞാൻ നാട്ടിലില്ല എന്നേ ഉള്ളൂ. ഇടപ്പള്ളി തോട് അടുത്ത് തന്നെയല്ലേ. ഈ മാലിന്യത്തിൽ പോയിരിക്കുന്ന ഈച്ചകളാണ് ഭക്ഷണത്തിലൂടെ രോഗങ്ങൾ പരത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഇരിക്കെ അവിടത്തേക്കാൾ കുറവ് ഈച്ചയാണ് ഇവിടെ വരുന്നതെന്ന് പറയുന്നില്ല. എന്ത് ഇതാണുള്ളത്? എന്നിട്ട് ചോദ്യം ചോദിച്ചാൽക്കെതിരെ പുച്ഛം വാരി വിതറുക വല്ലാത്ത സഹിഷ്ണുതയാണ്. ക്രിറ്റിസിസത്തെ ഉൾക്കൊള്ളാനേ നിങ്ങൾക്ക് പറ്റുന്നില്ല. വിനീത് ഹോട്ടൽ ക്വാളിറ്റി ഇല്ല എന്ന് പറയുന്നല്ലോ. എന്ന് ആര് പറയുന്നു? അതായത് എയർ ഇന്ത്യയുടെ വിമാനം അപകടത്തിൽപ്പെട്ടപ്പോൾ ഏതോ ഒരു സീറ്റിലിരുന്ന് ഒരേ ഒരാൾ രക്ഷപ്പെട്ടല്ലോ. എന്നിട്ട് ഇവിടുത്തെ ന്യൂസ് ചാനലുകളിലെ ആങ്കർമാരടക്കം പറഞ്ഞുണ്ടാക്കി ആ സീറ്റ് നമ്പർ ഏതാണെന്ന് എനിക്കറിയില്ല, ഓർമ്മയില്ല, അത് ഭാഗ്യ സീറ്റാണ് വിമാനങ്ങളിലെ. അത് കേട്ടിട്ട് ഇപ്പം ഈ അഡ്വക്കേറ്റ് വിനീത് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, എവിടുന്നോ എന്തോ കേട്ടിട്ട് അത് ചോദിക്കാൻ വന്ന ആള്, അങ്ങനത്തെ ആൾക്കാർ അത് വിശ്വസിച്ചു. പിറ്റേന്ന് മുതൽ ആ പെർട്ടിക്കുലർ നമ്പർ
ഓരോരോ ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന വിമാനങ്ങളിൽ ബുക്ക് ചെയ്യാൻ ഇടിയായിരുന്നു, ക്യൂ ആയിരുന്നു. നിങ്ങൾ ആലോചിക്കണം എന്ത് മണ്ടത്തരമാണ്. ആരെന്ത് പറയുന്നു എന്നും കൂടെ ആലോചിക്കണം. ഇതിനെപ്പറ്റി വല്ല വിവരമുള്ളവനാണോ പറയുന്നത്? ആണോ? എന്തിന് പറയുന്നതെന്ന് ആലോചിക്കണം. ഒരാൾ നിങ്ങളോടൊരു കാര്യം പറയുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പറയുമ്പോൾ, സോഷ്യൽ മീഡിയയിലായാലും നേരിട്ടായാലും ഫോണിലായാലും എങ്ങനെയായാലും പറയുമ്പോൾ, അയാൾ എന്തിനത് പറയുന്നു, അയാൾക്കത് പറയാൻ വല്ല യോഗ്യതയുണ്ടോ? എൻ്റെ പൊന്നു മച്ചാനെ, എക്സാമ്പിൾ പറയുമ്പോൾ അതിന് മാച്ച് ആവുന്ന എക്സാമ്പിൾ പറയണം. നിങ്ങൾ എവിടെ കൊണ്ട് കെട്ടിയത് ഇതിന്? എയർ ഇന്ത്യയുടെ വിമാനത്തിൽ എമർജൻസി എക്സിറ്റിന് അടുത്തുള്ള സീറ്റ്, അത് എല്ലാവരും പ്രിഫർ ചെയ്യുന്ന സീറ്റാണ്. ഈ സംഭവത്തിന് മുൻപല്ല, നേരത്തെയും ഞാൻ ഒരുപാട് വിമാനയാത്രകൾ ചെയ്യുന്ന ആളാണ്, റീസെൻ്റ് ആയിട്ടും ചെയ്തിട്ടുള്ള ആളാണ്. നമ്മൾ ഏത് ട്രാവലാണെങ്കിലും ഉറപ്പുവരുത്തുന്ന ഒരു കാര്യം നമ്മളുടെ സെക്യൂരിറ്റിയാണ്, അല്ലേ? സാധാരണഗതിയിൽ എനിക്ക് സീറ്റ് ചൂസ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ റിലേറ്റീവ്സൊക്കെയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ, ഞാൻ ഉറപ്പായിട്ട് അവർക്ക് വേണ്ടി ബുക്ക് ചെയ്യുന്നത് ഈ എമർജൻസി എക്സിറ്റിൻ്റെ അടുത്തുള്ള സീറ്റായിരിക്കും. അതെന്തിനാന്ന് വെച്ചാൽ വിമാനം അപകടത്തിൽപ്പെടുമെന്ന് വിചാരിച്ചിട്ടല്ല, ഇറ്റ്സ് എ പ്രിക്കോഷൻ. രാവിലെ നമ്മൾ തലയിൽ ഹെൽമെറ്റ് വെച്ച് ഇറങ്ങുന്നത് എന്തിനാ? ടൂ വീലർ എടുക്കുമ്പോൾ തലയും കുത്തി വീഴുമെന്ന് വിചാരിച്ചിട്ടാണോ? വീണാൽ അപകടത്തിന് ഡാമേജ് കുറക്കാനുള്ള ഒരു പ്രിക്കോഷനാണ്. കാറിൽ സീറ്റ് ബെൽറ്റ് ഇടുന്നത് അപകടത്തിന് ഡാമേജ് കുറക്കാൻ വേണ്ടിയാണ്. അതുപോലൊരു പ്രിക്കോഷണറി മെത്തേഡ് മാത്രമാണ് നമ്മൾ എമർജൻസി എക്സിറ്റിൻ്റെ അടുത്തൊരു സീറ്റ് എടുക്കുക എന്നുള്ളത്. അത് ഇന്ന് തുടങ്ങിയതല്ല, നേരത്തെ തുടങ്ങിയുണ്ട്. ഇത് മണ്ടത്തരമാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞു തന്നത്? മാത്രമല്ല, റെസ്റ്റോറൻറ്റിൽ ക്ലെൻലിനെസ് ഇല്ല എന്ന് മനസ്സിലാക്കാൻ നമ്മൾ ഹോട്ടൽ മാനേജ്മെന്റ് പാസ്സാവണോ? ഭക്ഷണത്തിന് രുചിയില്ല എന്ന് മനസ്സിലാവാൻ ഞാൻ ഏതെങ്കിലും മാസ്റ്റർ ഷെഫിന്റെ കോഴ്സ് ചെയ്യണോ? കഴിക്കുന്ന എനിക്ക് മനസ്സിലാവില്ലേ? കാണുന്ന എനിക്ക് മനസ്സിലാവില്ലേ? അങ്ങനെ ഒരാൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദിക്കാനുള്ള അവകാശം ഈ അഡ്വക്കേറ്റിന് ഇല്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? അത് ഞാൻ ചോദിക്കേണ്ട അതിനെക്കുറിച്ച്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ചോദിച്ച ആൾ മണ്ടൻ, പറഞ്ഞ ആൾ മണ്ടൻ. ഈ ലോകത്ത് ബുദ്ധിയുള്ളവൻ വിവരമുള്ളവരും രണ്ട് തരത്തിലെ ആൾക്കാരേ ഉള്ളൂ. ഒന്നും മൃണാളും പിന്നെ മൃണാളിനെ സപ്പോർട്ട് ചെയ്യുന്നവരും. ബാക്കിയുള്ളതൊക്കെ വിവരമില്ലാത്തവന്മാരും ബോധമില്ലാത്തവന്മാരും റിച്ച് കിഡ്സും ലൂസേഴ്സുമാണ്. കഷ്ടം. ഇനി ഇയാളെ വിമർശിക്കുന്ന ആളോടുള്ള പുള്ളിയുടെ ഒരു സംഭവമാണ് കേട്ടോ, അതൊന്ന് കേട്ട് നോക്കാം. ഞാൻ ഇങ്ങനത്തെ ആൾക്കാരെ എന്താ ചെയ്യുന്നറിയോ? ഞാൻ അവരെ എൻ്റെ ചാനലിൽ നിന്ന് ഹൈഡ് ചെയ്യും. കാരണം പിന്നെ ഇവരെ കാണണ്ടല്ലോ, എനിക്കവരെ കാണണ്ടല്ലോ. എന്തൊക്കെ ടൈപ്പ് മനുഷ്യന്മാരാ. ഷെനാസേ, വൈ ആർ യു ഡിലീറ്റിംഗ് കമന്റ്സ്? അതായത് ഞാനല്ല ഇത് കമന്റ്സ് ഡീൽ ചെയ്യുന്നത്. അത് ഡീൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒന്ന് സ്പീഡ് കൂട്ടിട്ട് കേട്ടോ. ലൈഫ് ഒരെണ്ണേ ഉള്ളൂ, ഒരേ ഒരെണ്ണം. എനിക്ക് ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ എൻ്റെ ചുറ്റുണ്ടാവുന്ന ഇഷ്ടമല്ല. I put in so much effort to keep toxic people much away from me. എനിക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിലോ എൻ്റെ ഒരു പേജിലോ എവിടെയെങ്കിലും വരുന്ന ഒരാൾ അയാൾ ഈ വക ടോക്സിസിറ്റി കാണരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് വി കീപ് ലൂസേഴ്സ് അവേ, വി കീപ് ടോക്സിസിറ്റി അവേ, ആൻഡ് വി കീപ് ഈ നിഷ്കളങ്കന്മാർ എന്നുള്ള ഭാവേന ചില ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. വി കീപ് ദം അവേ ആസ് വെൽ. അവർക്ക് ഇവിടെ സ്വാഗതമില്ല. സിമ്പിളാണ് കാര്യം. അതായത് എന്നെ കുറിച്ചുള്ള ക്രിറ്റിസിസം നാട്ടുകാർ കാണാൻ പാടില്ല, എന്നെ കുറിച്ച് നല്ലത് പറയുന്നത് മാത്രമേ ആൾക്കാർ കാണാൻ പാടുള്ളൂ. അതിനുവേണ്ടി നമ്മളെ കണ്ടുപിടിച്ച ഒരു എസ്കേപ്പിസമാണ് ഇങ്ങനെ കമന്റ് ഇടുന്നവർ ടോക്സിക് ആണ്, ഇങ്ങനെ കമന്റ് ഇടുന്നവർ ലൂസേഴ്സ് ആണ്, ഇതൊന്നും എൻ്റെ ടീമിൽ വേണ്ട, ഇങ്ങനെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഇങ്ങനെ വിവരമുണ്ടെന്ന് പറയുന്ന ഒരു ടീമിൽ നിർത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അവരും ഇതേവരെയാണ്. അവർ നല്ലത് മാത്രമേ നല്ലതായിട്ട് കാണുള്ളൂ, ബാക്കി മോശമായിട്ട് പറയുന്നവരൊക്കെ വിവരമില്ലാത്തവർ ലൂസേഴ്സ് ആയിട്ട് കണ്ട് അവരങ്ങ് ഡിലീറ്റ് ചെയ്യും, ടോക്സിക് ആണെന്നവർ ഡിലീറ്റ് ചെയ്യും. പച്ചക്ക് പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂ പറയുന്നവരെ മറ്റൊരു കാണുന്നവർക്ക് ഭയമാണ്, നിങ്ങൾക്ക് ക്രിറ്റിസിസത്തെ ഭയമാണ്. ഇങ്ങനെ ഇവരൊക്കെ ലൂസറാണ്, ടോക്സിക് ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ മൃണാളെ നിങ്ങൾ അങ്ങനെ ആയിരുന്നു. നിങ്ങൾ ഓരോ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അവിടെയുള്ള വിഷയത്തെക്കുറിച്ച്, അവിടെയുള്ള ക്ലെൻലിനെസ്സിനെ കുറിച്ച്, അവിടെയുള്ള ക്യൂ സിസ്റ്റത്തെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച്, അവിടെ ക്യാഷ് ആദ്യം വാങ്ങിയതിന് ശേഷം ഭക്ഷണം വിളമ്പുന്നതിനെ കുറിച്ച് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ ടോക്സിക് ആയിരുന്നു, നിങ്ങളൊരു ലൂസറായിരുന്നു. നിങ്ങളുടെ ഭാഷയിൽ, നമ്മളെ ഭാഷയിൽ ക്രിറ്റിസിസം എന്ന് പറയും, ഒരു ക്രിയേറ്റീവായിട്ടുള്ള ക്രിറ്റിസിസത്തെ ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പഠിക്കാൻ വേണം. അതിന് പകരം ഇതേപോലെ കുറെ വാക്കുപയോഗിച്ചിട്ട് ആ ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ ഡയറക്റ്റായിട്ട്, നിങ്ങളുടെ മൊത്തത്തിലുള്ള ആ ഒരു സംഭവം ആഡ് ഹോമിനം എന്ന് പറയുന്നത്, ആരെ അഭിപ്രായം പറയുന്നു അയാളുടെ അഭിപ്രായത്തെ അല്ല അയാളെ കയറി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡിബേറ്റിൽ ലൂസേഴ്സായ ആളുകൾ ചെയ്യുന്നത്. ഇവിടെ ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് പറയുന്നത്, ഡിബേറ്റിൽ ചെയ്യാൻ ധൈര്യമില്ലാത്ത ലൂസേഴ്സായ ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്. നൗ യു ആർ ബിക്കമിങ് എ ലൂസർ, റിയൽ ലൂസർ. ക്രിറ്റിസിസം പറയുന്നതുകൊണ്ടല്ല, ക്രിറ്റിസിസത്തെ ക്രിയേറ്റീവായിട്ട് അഡ്രസ്സ് ചെയ്യാൻ കഴിയാത്തൊരു ലൂസറായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ. ഇനി ഇത്തരത്തിൽ ക്രിറ്റിസൈസ് ചെയ്യുന്നവരെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നവർ രണ്ട് ജീവികളായിട്ടാണ്, പാമ്പ്, കൊതുക്. പിന്നെ ഇവിടെ നമ്മൾ ആരെയും വിളിച്ചിവിടെ കയറ്റുന്നില്ല, ഓരോരാളും സ്വന്തം ഇഷ്ടപ്രകാരം വരുന്നതാണ്. പക്ഷെ ഇങ്ങനത്തെ ആൾക്കാരെ, നിങ്ങളുടെ വീട്ടിലൊരു പാമ്പ് കയറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു കൊതുക് കയറിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതിന് പാൽ കൊടുത്ത് വളർത്തുമോ? അല്ലെങ്കിൽ അവിടെ ഇരുന്നോട്ട് വിചാരിക്കുമോ?
പിടിച്ച് പുറത്താക്കും, അത്രേ ഉള്ളൂ. So we don't like to have losers around us. We don't like to have toxic people around us. We don't like to have deceiving people around us. അതിനെയൊക്കെ പിടിച്ച് പുറത്താക്കും. പക്ഷേ അത് എനിക്ക് അതിനുള്ള സമയം പലപ്പോഴും കിട്ടാറില്ല. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല കാര്യമാണത്. അങ്ങനെ ഓരോ റെസ്റ്റോറൻറ്റുകാരും ഓരോ ഭക്ഷണം കൊടുത്തിരുന്ന ആളുകളും ഒക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഈ റിവ്യൂ പറയാൻ വരുന്നവർ പാമ്പും കൊതുകും അതിങ്ങനെ തച്ചു കൊല്ലേണ്ടതാണ്, അടിച്ചു പുറത്താക്കേണ്ടത് വിചാരിച്ചെങ്കിൽ മൃണാൾ എന്ന് പറയുന്ന ഒരു ഫുഡ് ബ്ലോഗർ ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ റെസ്റ്റോറൻറ്റ്സ് വിചാരിച്ചെങ്കിൽ അവർ കാണിച്ച മര്യാദയാണ് മൃണാൾ എന്ന് പറയുന്ന ഫുഡ് ബ്ലോഗർ, ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ്. ആ മര്യാദ മൃണാൾ ഇല്ലാതെ പോകാനുള്ള കാരണം വളരെ ബേസിക്കാണ്. നിങ്ങൾക്ക് വിമർശനത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അവിടെ നിങ്ങൾ പരാജയപ്പെടുകയാണ്. എന്നിട്ട് നിങ്ങൾ എതിർവശത്ത് ചോദ്യം ചെയ്യുന്നവരെ ലൂസർ എന്നും ടോക്സിക്കായ ആളുകളെന്നും ഡിസീവേഴ്സ് എന്നും റിച്ച് പീപ്പിൾ എന്നും വിളിച്ച് അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. എ സിമ്പിൾ ആറ്റ് ഹോമിനം എക്സാമ്പിൾ. നാളെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കും, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ അവയർനെസ്സിന് വേണ്ടി എന്താണ് ഒരു ഡിബേറ്റിലെ ഫാലസി എന്ന് പറയുമ്പോൾ അതിന് ആറ്റ് ഹോമിനം ഫാലസിക്ക് കൊടുക്കാവുന്ന ബെസ്റ്റ് എക്സാമ്പിളാണ് ഹംഗ്രി മൃണാൾ. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.